ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്കിന്നൊരു ഹോം മെയ്ഡ് ഷവർമ ഉണ്ടാക്കാം കേട്ടോ. അത് എനിക്ക് അറിയുന്നത് പോലെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിന് വേണ്ട സാധനങ്ങൾ: കുറച്ച് ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, കുറച്ച് വെളുത്തുള്ളി കൂടി ചതച്ചത്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയും കൂടി കൂട്ടി യോജിപ്പിച്ചത് കേട്ടോ. ഇനി എല്ലില്ലാത്ത കഷ്ണങ്ങൾ നമ്മൾ കഴുകി എടുത്തിട്ട് ഇത് കുറച്ച് ചെറിയ പീസാണ്, ഞങ്ങൾ കറിക്കായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിലേക്ക് നമ്മൾ ഈ മസാല എല്ലാം തിരുമ്മി വെക്കാൻ പോവാണ് കേട്ടോ. അതെല്ലാം നന്നായിട്ട് ഇതിലേക്ക് മസാല നന്നായി പിടിക്കാൻ തരത്തിന് തിരുമ്മി ഒരു മണിക്കൂറോളം നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റ് എടുക്കാം കേട്ടോ. അത് നമ്മുടെ വയറിന് അത്ര വലിയ സുഖമില്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് എടുക്കണുള്ളൂ, മാവ് പൊന്താൻ വേണ്ടി മാത്രം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര, അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോ 1/4 ഗ്ലാസ്സോ ചൂടുള്ള വെള്ളം, അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് മൈദ എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ്, അതിലേക്ക് പിന്നെ ആദ്യം നമ്മൾ പുളിക്കാൻ മാറ്റി വെച്ച ഈസ്റ്റും പഞ്ചസാരയും കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നല്ല എയർ ടൈറ്റുള്ള ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഉള്ളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിലേക്ക് അങ്ങനെ തേച്ചതിന് ശേഷം നമ്മുടെ മാവിലും കുറച്ച് എണ്ണ തടവിയിട്ട് ഇതിലേക്ക് മാവ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്ത് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2.5 മണിക്കൂറായപ്പോഴേക്കും നമുക്ക് എടുത്തു. നമുക്ക് സമയമില്ല, നമുക്ക് മക്കൾക്ക് ചായ കൊടുക്കാറാകുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കണ്ടേ. അങ്ങനെ നമ്മൾ മാവ് ഒന്നും കൂടി നമ്മൾ മേശയിലോ അല്ലെങ്കിൽ നല്ലൊരു പരന്ന സ്ഥലത്തിട്ടിട്ട് നമുക്കിങ്ങനെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ചെറിയ ബൗളുകളായിട്ട് എടുക്കണം കേട്ടോ. നമുക്ക് പൊറോട്ട അന്ന് ഞാൻ ഉണ്ടാക്കിയിരുന്നല്ലോ, അതേപോലെ ചെറിയ ബൗളായിട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ ചെറിയ ബൗളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് മീതേക്ക് ഒരു നനഞ്ഞ തുണി എടുത്ത് വയ്ക്കണം കേട്ടോ. ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ അങ്ങനെ എടുത്ത് വയ്ക്കണം. അപ്പോഴേക്കും നമുക്കത് ചിക്കൻ പീസ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട വെജിറ്റബിൾസായ കുറച്ച് ക്യാരറ്റ്, അത് നന്നായി ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ കുറച്ച് സവാള. ഇത് 3 മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് മാവ് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരുന്ന ഓരോ ബോൾസും നമുക്കിങ്ങനെ പൊടിയിട്ട് അധികം കനം കുറയ്ക്കാതെ ഒരു മീഡിയം കനത്തിൽ പരത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി ഇതിട്ട് ഒരു ചെറിയ ഇങ്ങനെ ബബിൾസ് വരുമ്പോൾ നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചട്ടുകം വെച്ചൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായി വെന്തും കിട്ടുള്ളൂ, നല്ല ഇങ്ങനെ പൊന്തി വരുള്ളൂ. അങ്ങനെ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, നമുക്കിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ലെയറായി വന്നാൽ നമുക്ക് നല്ല കുബൂസ് ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ നമ്മുടെ ഒരു വെപ്പ്. നമ്മളിങ്ങനെ മയണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മയണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, അത് ഫുൾ ചാനലിലുണ്ട്, പോയി കാണണം കേട്ടോ. അങ്ങനെ മയണൈസ് നമ്മൾ ഈ ഓരോ കുബൂസിൻ്റെ മീതെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മീതെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത ചിക്കൻ്റെ പീസുകളും പിന്നെ വെജിറ്റബിൾസും വെച്ചിട്ട് റോൾ ചെയ്തെടുക്കണം കേട്ടോ.
അങ്ങനെ നമുക്ക് എല്ലാ കുബൂസും അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഷവർമ, ഹോം മെയ്ഡ് ചിക്കൻ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുകയും വേണം കേട്ടോ. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.